ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഗായ്സ്, ഞാൻ രാമേന്ദ്രയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ ഈ മന്ത് ലാസ്റ്റ് എന്റെ ജോലിയിൽ റീജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മൈക്ക് ഞാൻ എന്റെ കൈ വെച്ചേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത് ഉടുപ്പിലായിരുന്നു അത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ മാല തട്ടിയിട്ട് സൗണ്ട് കേൾക്കുന്ന ഒരുമാതിരി. അപ്പൊ ഞാൻ കരുതി അത് കയ്യിൽ തന്നെ വെച്ചേക്കാന്ന്. അപ്പൊ വരൂ ഗായ്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഗായ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അങ്ങനെ നോർമൽ ചെപ്പൽസോ സാൻഡൽസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർമൽ വെയേഴ്സ് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ആ ഷൂ. ഇത് സ്കൂൾ പിള്ളേർ ഇടുന്ന ഷൂ ആണ്. എനിക്ക് ഹീൽസ് ഉള്ള ഷൂസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ കാലിന് നല്ല വേദന എടുക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കരണ്ട് പോയി ഗൈസ്, കരണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യം വെട്ടമുണ്ട്. അപ്പൊ ഇതിലങ്ങ് വീഡിയോ ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്കൂൾ ഷൂസ് ആണ് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിളാ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാലിന് വേദനയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്കൂൾ ഷൂസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഷൂസിന്റെ കൂടെ ഇടാനുള്ള ഷോക്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിനൊരു 59 രൂപ എന്തായിട്ടുള്ളൂ, 59 രൂപയുള്ളൂ ഇതിന്. ഞാൻ ഒരെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് ഇത് 6 to 7 വയസ്സുള്ള പിള്ളേരെ ഇൻ കേസ് ഇതെനിക്ക് ചേർന്നില്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ളത് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റൊരെണ്ണേ വാങ്ങിയുള്ളൂ. ഇത് ഇട്ടുപോലും നോക്കിയാൽ ഇട്ട് നോക്കണം. ഞാൻ ഈ ഷോക്സ് ഒന്ന് ഇട്ട് നോക്കട്ടെ ഗൈസ്. ഫൈനലി ആ ഷോക്സ് എനിക്ക് ചേരുന്നുണ്ട് ഗൈസ്. തണ്ടേ. പിന്നെ ഞാൻ കുറച്ച് ആക്ലി ഊക്ലി ഐറ്റംസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ബണ്ണ്, ക്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ചൂടെടുത്ത് അവിഞ്ഞു അവിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ് ഞാൻ. ഫസ്റ്റ് ഞാനൊരു ഗോപുരപ്പൊട്ട് വാങ്ങിയിട്ടുണ്ട്. ദാണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ നോർമലി പണ്ടൊക്കെ വിചാരിച്ചത് എനിക്ക് ഇങ്ങനത്തെ പൊട്ടൊന്നും ചേരത്തില്ലെന്നായിരുന്നു. പക്ഷെ ഒരു വട്ടം വെച്ചപ്പോൾ എനിക്ക് എന്റെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇത് വാങ്ങി. പക്ഷെ ഇത് ഓൾറെഡി ഞാൻ വാങ്ങിയിട്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും നോക്കി തപ്പിപ്പറക്കി അവിടെ നിന്ന് എടുത്തതായത്. ഇതിന് 10 രൂപയുള്ളൂ, 10 രൂപയുള്ളൂ ഇതിന്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതിനൊന്ന് നോക്കട്ടെ. ഈ ഒരു കോമ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിനും 15 രൂപ എന്തേ ഉള്ളൂ. 15 രൂപ ഉള്ളൂ. പിന്നെ ഞാൻ 2 അത്തറ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ലിച്ചിയുടേതും പിന്നൊന്ന് മൈലോഡ് എന്ന് പറഞ്ഞ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, നോക്കാം നമുക്ക്. മണം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ലിച്ചിയുടെ അത്തറിന് കറക്റ്റ് ആ ഒരു ലിച്ചിയുടെ മണം തന്നെ ഉണ്ട്. ലിച്ചിയുടെ മണമില്ലേ, അത് തന്നെ, അത് തന്നെ. ഈ അത്തറിനൊക്കെ 50 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓ, ഇത് സെറ്റ് സാധനം കേട്ടോ. നല്ല മണം, നല്ല മണം വെച്ചാൽ നല്ല മണം. ഫ്രീ ഫ്രം ആൽക്കഹോൾ. നല്ല മണം, നല്ല മണം വെച്ചാൽ നല്ല മണം ഇതിന്. പിന്നെ ഞാൻ ദാ ഈ 2 ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ്, ഞാൻ ഇങ്ങനത്തെ കുഞ്ഞാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞ് ക്ലിപ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതാ ഇഷ്ടം. ലാസ്റ്റ് ആയിട്ട് ഞാനൊരു റോസ് വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബെഞ്ചാറാസിന്. ഇതെനിക്ക് ഫേസ് മാസ്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഇതുപോലെ തന്നെ ഞാൻ ഒരു പർപ്പിൾ ഹോളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.